ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നീ വരുവോളം 23-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ശ്യാം ആവേശത്തോടെ നവീൻ്റെ കൈ പിടിച്ചു വലിച്ചു. മതിയടാ, ഇനി ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടാവാം, വേഗം വണ്ടിയിൽ കയറ്. ഓഹ്, ഈ മനുഷ്യൻ്റെ ഒരു കാര്യം, ഒന്ന് സമാധാനമായി ശ്വാസം വിടാനും സമ്മതിക്കില്ലല്ലോ. നവീൻ പതുക്കെ പിറുപിറുത്തുകൊണ്ട് വേഗം വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് റോഡ് കൂടുതൽ ഇടുങ്ങിയതായിരുന്നു. ഇരുവശങ്ങളിലും തണൽ വിരിച്ചു നിൽക്കുന്ന വൻമരങ്ങൾക്കിടയിലൂടെ ഇന്നോവ മുന്നോട്ട് നീങ്ങി. അന്തരീക്ഷത്തിൽ അജ്ഞാതമായ ഏതോ കാട്ടുപൂക്കളുടെ വന്യമായ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയുള്ള ഓരോ മീറ്ററും തൻ്റെ പ്രിയപ്പെട്ടവളുടെയും മകൻ്റെയും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന നിമിഷങ്ങളാണെന്ന ബോധ്യം ഷ്യാമിൻ്റെ ഉള്ളിൽ നേർത്തൊരു വിറയലുണ്ടാക്കി. 5 കിലോമീറ്ററുകൾ കൂടി പിന്നിട്ടപ്പോൾ അവർ ഒരു വലിയ കവാടത്തിന് മുന്നിലെത്തി. പഴയ ശൈലിയിലുള്ള കൊത്തുപണികളോടുകൂടി ആ കവാടത്തിൽ ആൽമരത്തിൻ്റെ വേരുകൾ പടർന്നു പിടിച്ചിരുന്നു. അതിനപ്പുറം നിശബ്ദത പുതച്ചു കിടക്കുന്ന ഒരു ഗ്രാമം ദൃശ്യമായി. ശിവപുരം. ആ പേരിനോളം തന്നെ ഒട്ടനവധി നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ആ മണ്ണ് ഒടുവിൽ അവരെ വരവേറ്റിരിക്കുകയാണ്. വണ്ടി ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചതും നവീൻ വയറ്റിൽ കൈവച്ച് മുഖം ചുളിച്ചു. എടാ ശ്യാമേ, എനിക്കിപ്പോൾ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. വണ്ടി ഓടിച്ച് എൻ്റെ കുടൽ കരിഞ്ഞു. വല്ല ഹോട്ടലും ഉണ്ടോ എന്ന് നോക്ക്. ശ്യാം വണ്ടി ഒതുക്കി നിർത്തി പുറത്തിറങ്ങി. നടുവൊന്ന് നിവർത്തിക്കൊണ്ട് അവൻ ചുറ്റും കണ്ണോടിച്ചു. ഭഗവാനെ, ഇവിടെ വീടുകൾ മാത്രമേ കാണുന്നുള്ളൂ, ഒരു കട പോലും കണ്ണിൽപ്പെടുന്നില്ലല്ലോ. ഇതിപ്പോൾ ആരോടാ ഒന്ന് ചോദിക്കുക? ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സ്ഥലമോ ഇത്? ഈ നാട്ടിൽ മനുഷ്യവാസമില്ലേ? ശ്യാം അത്ഭുതത്തോടെ നവീനെ നോക്കി. ചാടിത്തുള്ളി പോരുമ്പോൾ ഓർക്കണമായിരുന്നു, ഇനി വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെ. നവീൻ വണ്ടിയിലിരുന്ന് ചിരിച്ചുകൊണ്ട് കളിയാക്കി. പെട്ടെന്നാണ് ഒരുപറ്റം കുഞ്ഞുങ്ങൾ അവർക്ക് നേരെ ഓടി വന്നത്. കാടിൻ്റെ പശ്ചാത്തലത്തിൽ അപരിചിതമായ ആ ആഡംബര കാർ കണ്ടതും അവർ അത്ഭുതത്തോടെ എന്തൊക്കെയോ തമ്മിൽ പറഞ്ഞു നോക്കാൻ തുടങ്ങി. അവർ കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാം അതിലൊരു പയ്യനെ അരികിലേക്ക് വിളിച്ചു. മോനെ, ഇവിടെ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുണ്ടോ? ആ പയ്യൻ അവരെ ആകെ മൊത്തം ഒന്ന് നിരീക്ഷിച്ചിട്ട് പറഞ്ഞു. ചേട്ടാ, ഇവിടെ വലിയ ഹോട്ടലൊന്നുമില്ല. അപ്പുറത്ത് പള്ളിയുടെ താഴെ നാരായണൻ ചേട്ടൻ്റെ ഒരു ചായക്കടയുണ്ട്, അവിടെ ചെന്നാൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അല്ല, ചേട്ടായിമാർ എവിടുന്നാ വരുന്നത്? അവനൊരു മറു ചോദ്യം കൂടി എറിഞ്ഞു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുന്നതാ മോനെ, ശ്യാം സ്നേഹത്തോടെ മറുപടി നൽകി. ശരി ചേട്ടാ, ഞാൻ പോട്ടെ, അവരെല്ലാവരും അങ്ങ് എത്തിയെന്ന് തോന്നുന്നു. അതും പറഞ്ഞ് അവൻ കൂട്ടുകാർക്കൊപ്പം കാട്ടുപാതയിലൂടെ ഓടി മറഞ്ഞു. അവൻ ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്ക് നോക്കിയപ്പോൾ ദൂരെ മരങ്ങൾക്കിടയിലായി ഒരു പള്ളി കണ്ടു. അവർ ഉടൻ തന്നെ കാറിൽ കയറി പള്ളി ലക്ഷ്യമാക്കി വണ്ടി വിട്ടു. പള്ളിയുടെ താഴെ എത്തിയപ്പോൾ തന്നെ ആ കൊച്ചു പയ്യൻ പറഞ്ഞ നാരായണൻ ചേട്ടൻ്റെ ചായക്കട അവർ കണ്ടു. ഒരു ചെറിയ ഓല മേഞ്ഞ കടയായിരുന്നു അത്. വിശപ്പ് സഹിക്കാനാവാതെ അവർ വണ്ടി നിർത്തി വേഗം കടയ്ക്കുള്ളിലേക്ക് കയറിയിരുന്നു. ബെഞ്ചിലേക്ക് ഇരിക്കുന്നതിനിടയിൽ നവീൻ വിളിച്ചു പറഞ്ഞു. ചേട്ടാ, കഴിക്കാൻ എന്താ ഉള്ളത്? നല്ല വിശപ്പുണ്ട്, വേഗം എടുക്കണേ. നാരായണ ചേട്ടൻ അവരെ ഒന്ന് നോക്കി സങ്കടത്തോടെ കൈകൾ മലർത്തി. അയ്യോ മക്കളെ, മണി 3 ആയല്ലോ. ഇവിടെ ഇപ്പോൾ കഴിക്കാൻ ഒന്നുമില്ല. ചോറൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അത് കേട്ടതും നവീൻ്റെ മുഖം പെട്ടെന്ന് വാടി. ശിവപുരത്തെത്തിയ സന്തോഷത്തിനിടയിലും ദീർഘദൂര യാത്രയും വിശപ്പും അവരെ ശരിക്കും തളർത്താൻ തുടങ്ങിയിരുന്നു. പക്ഷെ ആ നിരാശയ്ക്കിടയിലും നാരായണ ചേട്ടൻ്റെ അടുത്ത വാക്കുകൾക്കായി അവർ പ്രതീക്ഷയോടെ കാതോർത്തു. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നാരായണ ചേട്ടൻ കടയുടെ ഉള്ളിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. കാർത്തു! അയാളുടെ വിളി കേട്ട് മുണ്ടൊടുത്ത് മധ്യവയസ്കയായ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. നാരായണ ചേട്ടൻ്റെ ഭാര്യയാണെന്ന് കണ്ടാൽ അറിയാം. കാർത്തു, ഉച്ചയ്ക്കത്തെ ആഹാരം എന്തെങ്കിലും അകത്ത് ബാക്കിയുണ്ടോ? ഈ കുട്ടികൾ നല്ല ദൂരെ നിന്ന് വരികയാണെന്ന് തോന്നുന്നു. വിശന്നിട്ട് പാടില്ലെന്ന് പറയുന്നു. അദ്ദേഹം തിരക്കി. കാർത്തു ചേച്ചി അവരെ രണ്ടുപേരെയും മാറി മാറി ഒന്ന് നോക്കി. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് നടന്നു. 3-4 നിമിഷങ്ങൾക്കുള്ളിൽ അകത്തുനിന്ന് തല പുറത്തേക്കിട്ട് അവർ പറഞ്ഞു. ചേട്ടാ, ചോറുണ്ട്, പക്ഷെ കറികൾ കുറവാണ്. എന്നാലും എടുക്കാം, അവരോട് ചോദിക്കും മതിയോ എന്ന്. അത് കേട്ടതും നവീൻ ആവേശത്തോടെ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. എന്തുണ്ടെങ്കിലും പോരട്ടെ ചേച്ചി, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ചോറുണ്ടെങ്കിൽ അത് മാത്രം മതി, ഞങ്ങൾ കഴിച്ചോളാം. നാരായണ ചേട്ടൻ ചിരിച്ചുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം അവർക്ക് മുന്നിലേക്ക് വെച്ചു. മക്കൾ എവിടുന്നാണ് വരുന്നത്? കണ്ടിട്ട് നല്ല ദൂരെ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു. ഇവിടെ എന്താ വിശേഷം?
അദ്ദേഹം കുശലം ചോദിച്ചു. അപ്പോഴേക്കും കാർത്തു ചേച്ചി ആവി പറക്കുന്ന മട്ടച്ചോറും കുറച്ച് കറികളുമായി എത്തി. നവീൻ പിന്നെ ഒന്നും നോക്കിയില്ല, ആർത്തിയോടെ ചോറുണ്ണാൻ തുടങ്ങി. ശ്യാം ഒരു ചെറിയ പുഞ്ചിരിയോടെ നാരായണൻ ചേട്ടനോട് പതുക്കെ പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾ മാത്തച്ഛൻ്റെ കൂട്ടുകാരാണ്. കുറച്ച് ദിവസം ഇവിടെ ഒന്ന് വിശ്രമിക്കാൻ വന്നതാണ്. നാട്ടിൽ ജോലിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയെക്കുറിച്ചൊക്കെ മാത്തച്ഛൻ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്ന് നേരിട്ട് കാണാമെന്ന് കരുതി. തുടർന്ന് ശ്യാം കാര്യത്തിലേക്ക് കടന്നു. അവൻ്റെ വീട് എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരണേ. പള്ളിമേടയിൽ അച്ഛൻ്റെ അടുത്താണ് താക്കോലെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഓ, അതിനെന്താ മക്കളെ, കാണിച്ചു തരാമല്ലോ. നിങ്ങൾ സമാധാനമായി ഭക്ഷണം കഴിക്കുക. അതും പറഞ്ഞ് നാരായണ ചേട്ടൻ കടയ്ക്ക് പുറത്തേക്ക് നടന്നു. അദ്ദേഹം പോയെന്നുറപ്പായപ്പോൾ ശ്യാം നവീൻ്റെ തോളിൽ തട്ടി കളിയാക്കി. ദൈവമേ, ഈ ഹോട്ടൽ കണ്ടത് നന്നായി. ഇല്ലെങ്കിൽ ഇവൻ വിശപ്പ് സഹിക്കാതെ എന്നെ പിടിച്ച് തിന്നേനെ. എന്തൊരാർത്തിയാടാ ഇത്. ഒന്ന് പെതുക്കെ തിന്ന്. ഇത് കാണുന്നവർ വിചാരിക്കും നീ വർഷങ്ങളായി പട്ടിണിയിലാണെന്ന്. നവീൻ ഒരു വലിയ ഉരുള ചോറ് വായിലേക്ക് വെച്ചുകൊണ്ട് ചിരിച്ചു. ഓ, അല്ലെങ്കിലും ഭക്ഷണകാര്യത്തിൽ ആരെന്ത് വിചാരിച്ചാലും എനിക്ക് ഒരു നാണവും ഇല്ല. നീ ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് കഴിക്കണം. അവർ വേഗത്തിൽ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. അപ്പോഴേക്കും പുറത്തേക്ക് പോയിരുന്ന നാരായണൻ ചേട്ടൻ കയ്യിലൊരു വലിയ താക്കോൽ കൂട്ടവുമായി തിരിച്ചെത്തിയിരുന്നു. അച്ഛൻ്റെ അടുത്തു നിന്ന് താക്കോൽ വാങ്ങിയെന്ന് മനസ്സിലായി. ഭക്ഷണത്തിൻ്റെ പൈസ നൽകി ഇറങ്ങാൻ നേരം ശ്യാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടാ, ഞങ്ങളിവിടെ ഒരാഴ്ചയുണ്ടാകും. ഞങ്ങളുടെ ഭക്ഷണം സമയാസമയത്ത് തരണേ, അല്ലെങ്കിൽ വിശപ്പ് സഹിക്കാതെ ഇവൻ എന്നെ പിടിച്ച് തിന്നുകളയും. നാരായണൻ ചേട്ടൻ ഉറക്കെ ചിരിച്ചു. ശരി മക്കളെ, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവർക്ക് മുന്നേ നടന്നു. അപ്പോൾ ശ്യാം ഓർമ്മിപ്പിച്ചു, വണ്ടിയുണ്ട് ചേട്ടാ. ഓ, ഞാനത് മറന്നു. നിങ്ങൾ വണ്ടിയെടുത്ത് എൻ്റെ പുറകെ പോന്നോളൂ. ദാ ആ കാണുന്നതാണ് വീട്. അദ്ദേഹം ദൂരേക്ക് വിരൽ ചൂണ്ടി. അവർ വണ്ടിയെടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നാരായണ ചേട്ടൻ വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. ഒരുപാട് കാലമായി പൂട്ടിക്കിടക്കുന്ന വീടാണ്. വൃത്തിയാക്കാൻ ആളെ വേണമെങ്കിൽ വിടാം കേട്ടോ, അദ്ദേഹം സ്നേഹത്തോടെ ചോദിച്ചു. ഏയ്, അതിൻ്റെ ആവശ്യമില്ല ചേട്ടാ, ഞങ്ങൾ തന്നെ ഒന്ന് തൂത്ത് തുടച്ചോളാം, ശ്യാം മറുപടി നൽകി. അതിനിടെ അയൽപ്പക്കത്തെ ഒന്നോ രണ്ടോ വീടുകളിൽ നിന്ന് ചിലർ കൗതുകത്തോടെ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. നാരായണ ചേട്ടൻ അവരോടായി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ മാത്തച്ഛൻ്റെ കൂട്ടുകാരാ, കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. നാരായണ ചേട്ടൻ പറഞ്ഞതുപോലെ വീട് അത്രയ്ക്ക് അഴുക്കൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം വെടിപ്പിലും വൃത്തിയിലുമാണ് മുറികൾ ഇരുന്നിരുന്നത്. അലമാരയിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കട്ടിലേക്ക് വിരിച്ച് യാത്രയുടെ കനത്ത ക്ഷീണം മാറ്റാൻ അവർ രണ്ടുപേരും കിടന്നു. അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിച്ചത്. മൊബൈലിൽ റേഞ്ച് ലെവലേശമില്ല. നെറ്റ്വർക്ക് തീരെ കിട്ടാത്തതിൽ ചെറിയൊരു നിരാശ തോന്നിയെങ്കിലും ശരീരത്തെ തളർത്തിയ ക്ഷീണം കാരണം അവരറിയാതെ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്തോ ഒരു അസ്വാഭാവിക ശബ്ദം കേട്ടാണ് ശ്യാം പെട്ടെന്ന് ഞെട്ടി ഉണർന്നത്. ജനലിലൂടെ നോക്കിയപ്പോൾ പുറത്ത് സന്ധ്യ മയങ്ങി ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. അവൻ നവീനെ ശക്തിയായി കുലുക്കി വിളിച്ചു. എടാ, പോത്തുപോലെ കിടന്നുറങ്ങിയത് മതി, എഴുന്നേക്ക്. നാരായണ ചേട്ടൻ്റെ കട ഇപ്പോൾ അടച്ചു പോകും. നമുക്ക് രാത്രി കഞ്ഞി കുടിക്കണ്ടേ? അവർ വേഗം എഴുന്നേറ്റ് മുഖം കഴുകി തിരികെ ചായക്കടയിലേക്ക് നടന്നു. ചെന്നപ്പോൾ കടയിൽ അത്യാവശ്യം ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാര്യങ്ങളും വരാനിരിക്കുന്ന പള്ളിപ്പെരുന്നാളിനെ പറ്റിയുമൊക്കെ അവർ കനത്ത ശബ്ദത്തിൽ സംസാരിക്കുകയായിരുന്നു. അപരിചിതരായ അവരെ കണ്ടതും കടയിലുണ്ടായിരുന്ന ചർച്ച പെട്ടെന്ന് നിന്നു. എല്ലാവരുടെയും കണ്ണുകൾ ശ്യാമിലും നവീനിലും പതിഞ്ഞു. കൂട്ടത്തിൽ ബെഞ്ചിൻ്റെ കോണിലിരുന്ന പ്രായമായ ഒരു മനുഷ്യൻ കൗതുകത്തോടെയും അല്പം സംശയത്തോടെയും അവരെ നോക്കി ചോദിച്ചു, ഇതേതായി കുട്ടികൾ? ഇവരെ ഇതിനു മുമ്പ് ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. ചേട്ടാ, ഞങ്ങൾ മാത്തച്ഛൻ്റെ കൂട്ടുകാരാണ്. ഒരാഴ്ചത്തേക്ക് ഇവിടെ തങ്ങാൻ വന്നതാ, ശ്യാം വിനയത്തോടെ മറുപടി നൽകി. പക്ഷെ നാരായണ ചേട്ടൻ്റെ കടയിലെ ആ പ്രായമായ മനുഷ്യൻ്റെ നോട്ടത്തിൽ എന്തോ ഒരു പ്രത്യേകതയുള്ളതായി ശ്യാമിന് തോന്നി. അത് വെറുമൊരു കൗതുകമല്ല, മറിച്ച് മറ്റെന്തോ തിരയുന്നത് പോലെയുള്ള ഒന്നായിരുന്നു. നാട്ടുകാരുടെ സംഭാഷണത്തിലേക്ക് ഒന്നുകൂടി ഇഴുകിച്ചേരാൻ വേണ്ടി നവീൻ കൗതുകത്തോടെ ചോദിച്ചു, എന്താ ചേട്ടാ, ഇവിടെ പള്ളിപ്പെരുന്നാൾ അടുത്തുണ്ടോ? നിങ്ങൾ അതിനെപ്പറ്റിയാണോ സംസാരിക്കുന്നത്? ആ ചോദ്യം കേട്ടതും ആ വയോധികൻ്റെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം വന്നു. അദ്ദേഹം ആവേശത്തോടെ പറഞ്ഞു, പിന്നെ അടുത്ത മാസമാണ്. ഇനിയിപ്പോൾ വെറും 15 ദിവസമേ ഉള്ളൂ. എന്തായാലും മക്കൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ പെരുന്നാൾ കൂടി കണ്ടിട്ടേ പോകാവൂ. ആഹാ, എന്താണ് ഈ പള്ളിപ്പെരുന്നാളിൻ്റെ ഇത്ര പ്രത്യേകത? നവീൻ വിടാതെ ചോദിച്ചു. ഞങ്ങളിതൊരു ചെറിയ ഗ്രാമമാണ് മക്കളെ. ഈ പള്ളിപ്പെരുന്നാളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം. അതിൽ ജാതിയും മതവും ഒന്നുമില്ല. നാട്ടുകാരെല്ലാം ഒന്നിച്ചു ചേരുന്ന സമയം. സ്നേഹവും സമാധാനവും മാത്രം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ.
പെരുന്നാൾ ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരുടെ സംസാരത്തിനിടയിലാണ് നാരായണൻ ചേട്ടൻ ആവി പറക്കുന്ന പൊറോട്ടയും മനം മയക്കുന്ന മണമുള്ള ഇറച്ചിക്കറിയുമായി അങ്ങോട്ട് വന്നത്. ചൂടോടെ അതിലുപരി സ്നേഹത്തോടെ വിളമ്പിയ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ നാട്ടുകാരുടെ വിശേഷങ്ങളിൽ പങ്കുചേർന്നു. നവീൻ്റെ സ്വതസിദ്ധമായ തമാശകളും സംസാര രീതിയും കാരണം നിമിഷങ്ങൾക്കുള്ളിൽ അവൻ അവരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. രാത്രി 10 മണി വരെ അവർ ആ ചായക്കടയിലെ ബെഞ്ചിൽ തന്നെ ചെലവഴിച്ചു. ചായ കുടിക്കാൻ വരുന്ന ഓരോ നാട്ടുകാരോടും കുശലം പറഞ്ഞ് ആ ഗ്രാമത്തിൻ്റെ താളത്തിലേക്ക് അവർ പതുക്കെ മാറുകയായിരുന്നു. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവർക്ക് മനസ്സിലായത്. ഈ ഗ്രാമത്തിൽ മൊബൈൽ ഫോണുകൾക്ക് ജീവനില്ല. ഒരു കമ്പനിക്കും ഇവിടെ നെറ്റ്വർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. പുറം ലോകവുമായുള്ള ഏകബന്ധം നാരായണ ചേട്ടൻ്റെ കടയുടെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ പഴയ ലാൻഡ് ഫോൺ മാത്രമാണ്. ശ്യാമും നവീനും ആ ഫോണിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ച് വീണയെയും അനുവിനെയും വിവരങ്ങൾ അറിയിച്ചു. തങ്ങൾ വഴിതെറ്റാതെ സുരക്ഷിതമായി എത്തിയെന്നറിഞ്ഞപ്പോൾ അവർക്കും വലിയ ആശ്വാസമായി. കട അടയ്ക്കാറായപ്പോൾ അവർ നാരായണ ചേട്ടനോട് യാത്ര പറഞ്ഞിറങ്ങി. തിരികെ ഇരുണ്ട വഴിയിലൂടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശ്യാം പെതുക്കെ പറഞ്ഞു, മാതച്ചൻ പറഞ്ഞത് എത്ര ശരിയാണ്. ഇവിടെയുള്ളവർ എത്ര നല്ല നിഷ്കളങ്കരായ മനുഷ്യരാണല്ലേ. നവീൻ വയറ് തടവിക്കൊണ്ട് ചിരിച്ചു. ആ, നീ പറഞ്ഞത് 100% ശരിയാ. നന്മയുള്ള മനുഷ്യർ, നാവിൽ കപ്പൽ ഓടിക്കുന്ന നാടൻ ഭക്ഷണം, പിന്നെ വെറുതെ ഇരുന്നുള്ള കുശലം പറച്ചിൽ. ആഹാ, എനിക്കെന്തായാലും ഈ ശിവപുരം അങ്ങ് ബോധിച്ചു. ഇവിടെ തന്നെ സ്ഥിരമായി ഒന്ന് കൂടിയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുകയാണ്. ആ മനോഹരമായ രാത്രിയിൽ നിലാവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ശിവപുരത്തെ ആസ്വദിച്ച് അവർ നിശബ്ദമായ കാട്ടുപാതയിലൂടെ നടന്നു നീങ്ങി. എന്നാൽ ഈ അമിതമായ നന്മയ്ക്കും ശാന്തതയ്ക്കും പിന്നിൽ മറ്റെന്തോ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന നേർത്തൊരു ഉൾവിളി ശ്യാമിൻ്റെ മനസ്സിനെ അപ്പോഴും അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.